നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട പ്രദോഷമാകുന്നു. ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ പ്രത്യേകിച്ചും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുകയും അതേപോലെ തന്നെ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ചില മാറ്റങ്ങൾ പെട്ടെന്ന് വന്ന് ചേരുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കുക എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പ്രദോഷ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് പരമശിവന്റെ കടാക്ഷത്താൽ ഇന്ന് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. നിങ്ങളുടെ സ്ഥാനം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. സ്ഥാനം ശക്തമാകും എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ലാഭം നേടുവാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ചില കാര്യങ്ങളിലേക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. സമാധാനം കൈവരിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായി വളരെയധികം ശക്തി നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കേണ്ടതാണ്. എന്നാൽ ഇന്നേ ദിവസം പല തർക്കങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ പരമശിവന്റെ കടാക്ഷത്താൽ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് പതിവിലും വളരെയധികം ശുഭകരമായ ദിവസമായി തന്നെ ഇന്നേ ദിവസം മാറും എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം. എന്നാൽ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ടതായ ജോലികൾ മന്ദഗതിയിലാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. തെറ്റായ ചില അഭിപ്രായങ്ങൾ പലരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വീട്ടിലെ സാഹചര്യങ്ങൾ അനുകൂലമായി തുടരുവാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ചില അംഗങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കത്തിന് സാധ്യത കൂടുതലുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മാറ്റങ്ങൾ വന്നു ചേരും. ആരോഗ്യകാര്യത്തിൽ ഏറ്റവും ശുഭകരമായ ചില ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇന്നേ ദിവസം അപ്രത്യക്ഷമായ ധനയോഗത്തിനും സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനുരാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കുകയോ അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. ഇന്നേ ദിവസം ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും. കൂടാതെ പല കാര്യങ്ങളും സാധാരണ നിലയിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ തേടിയെത്താനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. പണത്തിൻ്റെ സ്ഥാനം ശക്തമായി തന്നെ തുടരും. അതിനാൽ തന്നെ സാമ്പത്തികപരമായ ഇടപാടുകൾ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ്. സാമ്പത്തികപരമായ ഉയർച്ച പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു.
ആരോഗ്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശി മീനം രാശിയാകുന്നു. മീനം രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില മന്ദഗതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം ദോഷകരമായി ബാധിക്കും. അത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ നൽകും. എന്നാൽ ഭഗവാന്റെ കടാക്ഷമുള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും എന്ന് തന്നെ പറയാം. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ സന്തുഷ്ടരായിരിക്കും. കൂടാതെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. കഠിനാധ്വാനം ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അതുമായി ബന്ധപ്പെട്ട് ഉന്നത സ്ഥാനം നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബജീവിതം വളരെ സന്തോഷകരമായി തീരും. അതിനാൽ തന്നെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു. ചിന്തിക്കാതെ ആവശ്യത്തിലധികം പണം ചെലവഴിക്കുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ശുഭവാർത്തകൾ തേടിയെത്തുവാനും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ തേടിയെത്തുവാനും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാവുകയും സന്തോഷം ജീവിതത്തിലേക്ക് ഇരട്ടിയായി തന്നെ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. ഈ സമയം തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശ്രമങ്ങൾ നടത്തുക. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ അതിനെ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം.